അതെ, ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സേവാഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മോടൊപ്പം ഉള്ളത്, അത് സുരേഷ് കുമാർ. അദ്ദേഹം ചില പരിഭവങ്ങളോട് കൂടിയാണ് നാം എത്തിയിട്ടുള്ളത്. കാരണം സേവാഭാരതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില സേവന പ്രവർത്തനങ്ങളുമായി സജീവ മുന്നിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ശ്രീമൂലസ്ഥാനത്തെ ദാഹജല വിതരണം എന്നുള്ളത്. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തു കളഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഫലമായിട്ടാണ് അത് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ ഈ പൂരനഗരിയിൽ എവിടെയും വെള്ളം കൊടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? എന്താണ് ചേട്ടാ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്താണ് കരുതുന്നത്? ഇത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ സേവാഭാരതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തൃശ്ശൂരിലേക്ക് വരുന്ന പൂരപ്രേമികൾ, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ലല്ലോ. അവർക്കെല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ദാഹജലം കൊടുക്കുക, മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ നടത്തുക, അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ വർഷമാണ് സേവാഭാരതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇന്നലെ തന്നെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് പ്രതീക്ഷയാണ്. ദേവസ്വം ബോർഡാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പോലീസ് അധികാരികളാണെങ്കിലും നമുക്കൊക്കെ പെർമിഷൻ തരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതിൽ ദേവസ്വം ഭരണാധികാരികളാണ് ഇപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികളും നമ്മൾക്ക് കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രീമൂലസ്ഥാനത്ത് ഈ തെക്കോട്ടിറക്കം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആ സമയത്ത് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ വരുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് നമുക്കവിടെ സേഫായിട്ട് അവരെ ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ എയ്ഡ് പോസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സിന് സാധിക്കാറുണ്ട്. അതിനുള്ള അവസരമാണ് സത്യത്തിൽ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 500 പ്രവർത്തകർ, അത് സ്ത്രീകളും പുരുഷന്മാർക്കും വേണ്ടി ഡോക്ടർമാരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തന നേതൃത്വത്തിൽ നമ്മളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വരെ കൊടുത്ത് അവരെ സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ്. അത് ഈ മെഡിക്കൽ എയ്ഡ് പോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അത് ഒരു കാരണവശാലും ഈ കോമ്പൗണ്ടിനകത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തനം അനുവദിക്കില്ല എന്ന് തന്നെ അദ്ദേഹം തീർച്ചയായും. അതിനവർ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തോളാം, ഒരു സന്നദ്ധ സംഘടനയും വേണ്ട. അല്ല, അവർ ചെയ്യുന്നുണ്ടോ? ദേവസ്വം വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ നമുക്കറിയാം ശ്രീമൂലസ്ഥാനത്ത് നടത്തിയിരുന്ന സേവാഭാരതി നടത്തിയിരുന്ന സേവനം അത്രയും ശ്ലാഘനീയമായ കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം പൊതുജനങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. സേവാഭാരതി ചെയ്തിരുന്നതും ഇപ്പൊ ചെയ്തിരുന്നതിന്റെ പ്രവർത്തനത്തിന്റെ വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് കൂടുതൽ തിരക്ക് വരുന്ന സ്ഥലത്ത്, ആവശ്യമുള്ള സ്ഥലത്ത് അവിടെ സേവാഭാരതിയുടെ കൗണ്ടർ നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ തെക്കേ ഗോപുരനടയിൽ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്. സേവാഭാരതിയെ സംബന്ധിച്ച് കേരളത്തിൽ അറിയാലോ, നമുക്ക് എവിടെ എന്ത് ആവശ്യം വന്നാലും, അവിടെ വയനാട്ടിലാണെങ്കിൽ ഏത് ആ സമയത്തൊക്കെ. മാത്രമല്ല, സേവാഭാരതി വെള്ളം കൊടുക്കുന്നത് മനുഷ്യരെ നോക്കി, മതം നോക്കി, ജാതി നോക്കിയൊന്നുമല്ലല്ലോ, രാഷ്ട്രീയം നോക്കിയൊന്നുമല്ലല്ലോ. എല്ലാവരും വന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അല്ല, അതൊരു സേവനമാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പെടുത്തി. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട MP-യുടെ മുമ്പാകെ ഈ കാര്യം പറഞ്ഞു. MP അത് കൃത്യമായി തന്നെ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും പ്രതീക്ഷയിലാണ്, നമുക്ക് അനുവാദം കിട്ടും, അവസാന മൂമെന്റിൽ വരെ നമുക്ക് അനുവാദം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാൻ വരാൻ കാരണം. അപ്പോൾ നമുക്ക് അനുവാദം കിട്ടണം. കാരണം ഇവിടെ വരുന്ന പൂരപ്രേമികൾക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ സജ്ജരായി നിൽക്കുന്നു, അവർക്ക് മെഡിക്കൽ സഹായം കൊടുക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇതിനൊരു തടസ്സം ഈ വർഷം ഉണ്ടായി. എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിഷമം ഈ സമയത്തുണ്ട്. 2 സ്ഥലത്ത് നമ്മൾ അന്നദാനങ്ങൾ നടത്തുന്നുണ്ട്. ആയിരങ്ങൾക്കാണ് നമ്മൾ അന്നദാനം. രാത്രി 11 മണി വരെ സേവാഭാരതിയുടെ പ്രവർത്തകർ അന്നദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സേവനം, 9 ആംബുലൻസുകളുടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത്, അതായത് ദേവസ്വം ഭൂമിയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അതെ, എന്താണ് അതിന്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സേവാഭാരതിയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമല്ല. അതെ, അപ്പൊ ഈ നിലയ്ക്ക് ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞു, അതായത് ഒരു NGO എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. അതുകൊണ്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. അതിനനുവദിക്കുന്നില്ല എന്ന പരാതി ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ കണ്ണു തുറക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ വലിയ സന്തോഷം.